രാവിലെ ഭയങ്കര ക്ഷീണം. ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. എന്തൊക്കെ പണിയാ കിടക്കുന്നത്. പുറത്ത് നല്ല മഴയാ. ഓ, എന്തൊരു മഴയാ ഇത്. അമ്മ നല്ല ഉറക്കത്തിലാണല്ലോ. ഇന്നലെ ഒട്ടും മോൾ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. പുറത്ത് നല്ല മഴയാണെന്നാ തോന്നുന്നത്. പുറത്തൊന്ന് ഇറങ്ങി നോക്കാം. അമ്മേ, മോൾ എഴുന്നേറ്റോ? എന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റത്? നല്ല മഴയാ പുറത്ത്. എനിക്ക് റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ. എനിക്ക് ഉറക്കം വരുന്നില്ല. അതാ ഞാൻ നേരത്തെ എഴുന്നേറ്റത്. എനിക്ക് പേടിയാവുന്നു അമ്മേ. ഇന്നലെ ഞാൻ കണ്ടതാ ആ പെൺകുട്ടിയെ. എനിക്ക് പേടിയാവുന്നു. ആരും വിശ്വസിക്കുന്നില്ല. പേടിക്കണ്ട അമ്മു, അത് നിനക്ക് വെറുതെ തോന്നിയതാവും. അച്ഛനും അമ്മയൊക്കെ ഇല്ലേ, എന്തിനാ വെറുതെ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മുടെ വീടല്ലേ, എന്തിനാ ഇങ്ങനെ പേടിച്ച്? മോള് പോയി കളിച്ചോ. മോള് വേഗം പല്ല് തേച്ചിട്ട് വാ. അപ്പോഴേക്കും അമ്മ ചായ എടുത്ത് വെക്കാം. ഇപ്പൊ റെഡിയല്ലേ? പേടിക്കൊന്നും വേണ്ട. എനിക്കിന്ന് കുറച്ച് തിരക്കാണ് ഓഫീസിൽ. വൈകിട്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് ഞാൻ വൈകിട്ടേ വരൂ. നിങ്ങൾ രണ്ടാളും നല്ലോണം സൂക്ഷിക്കണം. ഞാൻ എന്നാ വേഗം പോയിട്ട് വരാം. ചായ കുടിച്ചില്ലല്ലോ? ചായ കുടിക്കാനൊന്നും നേരമില്ല. സമയം കുറേ വൈകി. പെട്ടെന്ന് തന്നെ ഓഫീസിലെത്തണം. അമ്മു, നീ പോയി കളിച്ചോ. എനിക്ക് അടുക്കളയിൽ കുറേ പണിയുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയാ. എവിടെ ഇരുന്നാലും എനിക്ക് പേടിയാ. എന്താ ചെയ്യാ? ഞാൻ കണ്ട ആ പെൺകുട്ടി ആരാണത്? എനിക്ക് തല ചുറ്റുന്നത് പോലെയുണ്ട്. ഞാൻ പോയി കളിക്കട്ടെ. ഹായ്, എത്ര പൂക്കളാ വിരിഞ്ഞത്. ഹായ്, നല്ല വെള്ള നിറത്തിലുള്ള പൂക്കൾ. എന്തൊരു മണമാണ്. അമ്മു, അമ്മു. ആരാത്? ആരാ എന്നെ വിളിച്ചത്? അമ്മു, അമ്മു, ഇങ്ങോട്ട് നോക്കി. ആരെയും കാണുന്നില്ലല്ലോ. എന്നെ ആരാ വിളിച്ചത്? അയ്യോ, ആരെയും കാണുന്നില്ലല്ലോ. എവിടെ നിന്നാണ് ഈ ശബ്ദം? ഈശ്വരാ, എനിക്ക് പേടിയാവുന്നു. ആരാത് എന്നെ വിളിച്ചത്? ആരാന്നെന്നെ ചോദിച്ചത്? ഞാൻ മുന്നിൽ വരാം. പക്ഷെ നീ എന്നെ കാണുമ്പോൾ പേടിക്കും. അതാ ഞാൻ വരാത്തത്. ആരാ നീ? സത്യം പറ, ആരാ നീ? എനിക്കിപ്പേ പേടിയാവുന്നു. ഞാൻ ആരാണെന്നല്ലേ നിനക്കറിയേണ്ടത്? ഇതാ കണ്ടോളൂ. അയ്യോ, ഞാൻ ഇന്നലെ കണ്ട അതേ രൂപം. എനിക്ക് നിന്നെ കാണുമ്പോൾ പേടിയാവുന്നു. പേടിക്കണ്ട അമ്മു, ഞാൻ എൻ്റെ രൂപം മാറ്റിത്തരാം. ഇപ്പോൾ നിന്റെ പേടി മാറിയോ? ഓ, അത്ഭുതം തന്നെ. ഇത്ര വേഗം നീ നിന്റെ രൂപം മാറിയോ? നീ ആരാണ്? നിന്റെ പേരെന്താണ്? നിന്നെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു അത്ഭുതം തോന്നുന്നു. പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. ഏയ്, എന്താ ഇങ്ങനെ നോക്കണേ? നീ എന്നെ കരിമ്പനയുടെ മുകളിൽ കൊണ്ടുപോയി ചോര കുടിച്ച് എന്നെ കൊല്ലുമോ? അയ്യോ, എല്ലാവരും അങ്ങനെ ചെയ്യില്ല. അതൊക്കെ ദുഷ്ടത്തരമല്ലേ? ആളുകൾ ദുഷ്ടത്തരം കാട്ടിയാൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. അമ്മ നല്ല കുട്ടിയല്ലേ? ഇപ്പോഴേ ഒന്ന് ആശ്വാസമായത്.
പേടിപ്പിച്ചത്? അതൊക്കെ രസമല്ലേ അമ്മു? പിന്നെ പേടിച്ച അമ്മുവിനെ കാണാൻ നല്ല രസമാണ്. എന്തൊരു ഭംഗിയാണെന്നോ അമ്മുവിനെ കാണാൻ. വാ നമുക്ക് വാ, നിനക്ക് എന്റെ അമ്മയെ കാണണ്ടേ? ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. എല്ലാവർക്കും നിന്നെ ഞാൻ കാണിച്ചു കൊടുക്കാം. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ എല്ലാവരും പറയും വീണ്ടും അമ്മുവിന് ഭ്രാന്താണെന്ന്. അതെന്താ? അതെന്തെന്ന് ചോദിച്ചാൽ, അമ്മു നിനക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റൂ, മറ്റാർക്കും എന്നെ കാണാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. അമ്മുവിന് മാത്രമേ ഈ രൂപത്തിൽ എന്നെ കാണാൻ പറ്റൂ. മറ്റാര് കണ്ടാലും അവര് പേടിച്ചു പോകും. അതുകൊണ്ട് അവര് കാണാത്തതല്ലേ നല്ലത്. ചെറുതെന്തിനാ പേടിക്കുന്നത്? അത് ശരിയാ. ഞാൻ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ആ, നമുക്ക് വീട്ടിൽ പോവാം. അമ്മുവിൻ്റെ റൂമും അമ്മയെയും അച്ഛനെയും എല്ലാവരെയും എനിക്ക് കാണാമല്ലോ. അവർക്ക് എന്നെ കണ്ടുകൂടാന്നില്ലേ ഉള്ളൂ. വാ, ഇവിടെ ഇരിക്ക്. അമ്മു, ഇതാണ് നിന്റെ റൂം. നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ ഇരിക്കാറ്? അതെ, ഞാൻ ഇവിടെ തന്നെയാ ഇരിക്കാറ്. എനിക്ക് കുറേ പുസ്തകങ്ങളുണ്ട്, കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. ഞാൻ അതൊക്കെ വെച്ചങ്ങ് കളിക്കും. ഇവിടെ എന്തൊരു ചൂടാണമ്മോ. എങ്ങനെ നീ ഇതിനുള്ളിൽ ജീവിക്കുന്നത്? ചൂടുണ്ട്, പക്ഷെ എന്നാ ചെയ്യാനാ? ഇവിടെ തന്നെ ഇരിക്കും. ഫാൻ ഉണ്ടല്ലോ. എന്നാലേ നമുക്കൊരു സ്ഥലത്ത് പോയാലോ? എവിടെയാ? അതൊന്നും പറയില്ല. നീ ഒന്ന് കണ്ണു ചിമ്മിയേ. അയ്യോ, ഒന്ന് പറയൂ നീ. പ്ലീസ്, നീ എന്റെ നല്ല കൂട്ടുകാരിയല്ലേ, പറയൂ. അതൊന്നും പറയില്ല. നീ കണ്ണടച്ചേ. ഞാനല്ലേ പറയുന്നത്. കണ്ണടച്ചല്ലോ, തുറക്കരുതേ. ആ, ഇനിയൊന്ന് കണ്ണു തുറന്നേ. ഞാൻ ഇവിടെ എത്തിയത്. ഹായ് മഞ്ഞ്, എന്തൊരു തണുപ്പ്. ഇത് എവിടെയാ? ഞാൻ പെട്ടെന്ന് എവിടെ എത്തിയേ? സ്വപ്ന ലോകത്തോ? എന്തൊരു മനോഹരമാണ് ഇവിടെ. ഇതാണോ നിന്റെ വീട്? നീ തണുപ്പ് വിറക്കട്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് വല്ലാതെ തണുക്കുന്നു. എനിക്ക് സഹിക്കാൻ വയ്യ. നിനക്ക് വീട്ടിൽ പോണോ? നീ പറഞ്ഞാൽ ഞാൻ എവിടെയും കൊണ്ടുപോകും. ഇവിടെ മനോഹരമാണെങ്കിലും എനിക്ക് ഈ തണുപ്പ് സഹിച്ചുകൂടാ. എന്നാൽ നീ കണ്ണടച്ചേ. കണ്ണ് തുറക്കരുത്. ഞാൻ പറഞ്ഞാലേ കണ്ണ് തുറക്കാൻ പാടുള്ളൂ. ശരി. ആ, ഇനി തുറന്നോളൂ അമ്മോ. എന്റെ വീട്ടിലെത്തിയോ? ആ, വീട്ടിലെത്തി. അല്ല, നീ എന്താ നിന്റെ പേര് പറയാത്തത്? എന്തിനാ പേര്? അല്ല, ആരായാലും പേരുണ്ടാവുമല്ലോ, എനിക്കൊന്നറിയാൻ വേണ്ടി. മനുഷ്യനല്ലേ പേര് വേണ്ടു. ഞാനിപ്പോൾ മനുഷ്യനല്ല, പിന്നെ എന്തിനാ പേര്? നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം. നിനക്ക് ഇഷ്ടമുള്ള എന്ത് പേരാണെങ്കിലും വിളിച്ചോളൂ. ഞാനൊരു പേര് വിളിച്ചാൽ അത് നിനക്ക് ഇഷ്ടമാവുമോ? പിന്നല്ലാതെ, അമ്മുവിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മ എന്ത് പേര് വിളിച്ചാലും അതെനിക്കിഷ്ടമാണ്. രാജകുമാരിയോ? ഞാൻ നിനക്കൊരു പേരിടട്ടെ. ഒരു എന്താ രാജകുമാരി പേരെന്ന് പറയൂ. നിന്നെ കാണാൻ ആ രാജകുമാരിയെ പോലെയുണ്ട്. രാജകുമാരിയോ? എന്നാ പേര് പറയൂ.
പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയാലോ? ഓ, ഞാനടി. നമുക്ക് അമ്മയോട് പറയാം, എന്നിട്ട് പോകാം. ശരി, എന്നാ അമ്മ വേഗം പറഞ്ഞിട്ട് വാ. അമ്മി, അമ്മി, എന്താ അമ്മു? അമ്മി, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരട്ടെ. ഒറ്റയ്ക്കോ? ഞാൻ ഇവിടെ തന്നെ ഗാർഡനിലുണ്ടാവുമേ, എവിടെയും പോവില്ല. സൂക്ഷിക്കണേ. വാ, നമുക്ക് പോകാം. നമുക്ക് പോകാമെന്നോ? നീ ആരെയാ വിളിച്ചത്? അതെ, എന്താ നിനക്ക് പറ്റിയതമ്മോ? ഒന്നുമില്ലമ്മേ, അത് ഞാൻ എന്തോ അങ്ങ് പറഞ്ഞു. ഈ പെണ്ണിൻ്റെ ഒരു തമാശ. എനിക്ക് ഒരുപാട് പണിയുണ്ട്, നിന്നോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. വാ, നമുക്ക് പോകാം. വരുമോ? എനിക്കകത്ത് ഇഷ്ടമില്ലാമോ? അവിടെ നിൽക്കുമ്പോൾ എനിക്കെന്തോ വീർപ്പ് മുട്ടുന്നത് പോലെ. അതെന്താ അങ്ങനെ? എനിക്ക് എവിടെയാണ് ഇഷ്ടമോ? പൂക്കളും പൂമ്പാറ്റകളും മരങ്ങളും പക്ഷികളും മേഘങ്ങളും. എനിക്കകത്തിരിക്കുമ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ട്. എനിക്കും ഇവിടെയാണ് ഇഷ്ടം, പക്ഷെ രാത്രിയാവുമ്പോൾ എനിക്ക് പേടിയാവും. എന്തിനാ അമ്മ പേടിക്കുന്നത്? എനിക്ക് പേടിയില്ലല്ലോ. എനിക്ക് പേടിയാ, എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് പേടിയാ. അമ്മ, നമുക്ക് ഇവിടെ ഇരിക്കാം. അമ്മുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരെന്താണ്? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ അമ്മുവിന്? ആ, എനിക്ക് കുറേ കൂട്ടുകാരുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് ആരെയും കാണാൻ കഴിയില്ല. സാരമില്ല, അമ്മുവിന് അവരെയൊക്കെ കാണണമെന്നുണ്ടോ? കാണണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അവരുടെ വീടൊക്കെ കുറച്ച് ദൂരത്താണ്. അച്ഛൻ പറഞ്ഞു, അച്ഛന് ലീവുള്ള ദിവസം എന്നെ അവിടെയൊക്കെ കൊണ്ടുപോകാമെന്ന്. നാളെ അമ്മുവിന് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. നാളെ ആവട്ടെ. എന്ത് സൂത്രം? അതൊന്നും ഞാൻ പറയില്ല. അമ്മു, അമ്മു, നീ എവിടെയാ? ഭക്ഷണം കഴിക്കണ്ടേ? ഇല്ലെന്ന്, ഞാനിപ്പോ വരാം. അമ്മ വിളിക്കുന്നു, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇല്ലമ്മോ, നീ പോയിക്കോളൂ, ഞാൻ ഇവിടെ ഇരിക്കും. വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. നിനക്ക് വിശക്കുന്നില്ലേ? വിശപ്പോ? എൻ്റെ അമ്മു, നീ ഒരു മണ്ടിപ്പെണ്ണന്നെ. അമ്മു, അമ്മു, എന്താ അമ്മേ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. അമ്മുവിന് ദേഷ്യം വന്നോ? ഞാൻ വരാം, അമ്മു പോയിക്കോ. ഞാൻ കുറച്ചിവിടെ വിശ്രമിക്കട്ടെ. എന്നാ ശരി.